ഹരേ കൃഷ്ണ. പ്രാണവൃന്ദാവനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ നിങ്ങൾക്കറിയാമോ? 1000 സപ്താഹവേദികൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭാഗവതഹംസം പദവി നൽകി ആദരിച്ച പുണ്യജന്മം. ഭാഗവതഹംസം പദവി ലഭിച്ച ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ച് ഗുരുവായൂരിൽ പോകാൻ ആഗ്രഹം വന്നു. അങ്ങനെ മള്ളിയൂർ തിരുമേനി ഭാര്യയെയും കൂട്ടി ഗുരുവായൂരിലെത്തി. മള്ളിയൂർ ഗുരുവായൂരിലെത്തിയത് അറിഞ്ഞ് ഗുരുവായൂർ ദേവസ്വവും ഭക്തജനങ്ങളും അദ്ദേഹത്തെ കാണാൻ തിരക്ക് കൂട്ടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെയുള്ളത് അറിയാതെ തിരക്കിനിടയിൽ നിന്ന് മള്ളിയൂരിനെ മാത്രം രക്ഷിച്ചെടുത്ത് ദേവസ്വം പ്രവർത്തകർ ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് കൊണ്ടുപോയി. വീടിന് വെളിയിലേക്ക് ഒരുപാട് ഇറങ്ങിയിട്ടില്ലാത്ത ആ അമ്മ ഗുരുവായൂർ നടയിൽ തിരക്കിനിടയിൽ ഒറ്റയ്ക്കായി. ഭാര്യ കൂടെയുണ്ട് എന്ന ധാരണയിൽ മള്ളിയൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് നടന്നു. കുറേ കഴിഞ്ഞ് ക്ഷേത്രദർശനം കഴിഞ്ഞ് മള്ളിയൂർ പുറത്തു വന്നപ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ വിശേഷാൽ പൂജയ്ക്ക് വേണ്ടി നട അടച്ചതിനാൽ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ കയറി പിന്നെ തൊഴാനും പറ്റിയില്ല. വീട്ടിലെത്തിയിട്ടും ആ അമ്മ മള്ളിയൂരിനോട് മിണ്ടാതിരുന്നു. ഭാര്യയുടെ ദേഷ്യം അറിയാവുന്ന തിരുമേനി 2 ദിവസം അങ്ങനെ പോയി. 3-ാം ദിവസം ഭാര്യയോട് സ്നേഹത്തിൽ തിരുമേനി പറഞ്ഞു, നീ വിഷമിക്കണ്ട, താമസിയാതെ നമുക്കൊന്നുകൂടി ഗുരുവായൂരിൽ പോകാം. അമ്മ നീരസം പൂണ്ട് മള്ളിയൂരിനോട് പറഞ്ഞു, പോയപ്പോൾ എന്നെ കയറ്റാത്ത ഗുരുവായൂരപ്പനെ ഇനി ഞാൻ മരിക്കുന്നവരെ ഒരിക്കലും അങ്ങോട്ട് പോയി കാണില്ല. എന്നെ കാണണമെങ്കിൽ നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ട് വരട്ടെ. ഭാര്യയുടെ വാശി അറിയാവുന്ന മള്ളിയൂർ പിന്നീട് പലതവണ ഗുരുവായൂരിൽ പോയിട്ടും ആ അമ്മ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോയില്ല. വർഷങ്ങൾ കടന്നുപോയി. മള്ളിയൂരിൻ്റെ സപ്തതി ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ കഥകളൊന്നും അറിയാത്ത ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു തീരുമാനമെടുക്കുന്നു. ഗുരുവായൂരപ്പനെ മള്ളിയൂർ ഇല്ലത്തെ സപ്തതിയുമായി ബന്ധപ്പെട്ട സപ്താഹവേദിയിലേക്ക് എഴുന്നള്ളിക്കുന്നു. ടിപ്പുവിൻ്റെ ആക്രമണത്തിന് മുമ്പ് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നതല്ലാതെ നടയ്ക്ക് പുറത്ത് ഇത്രയും ദൂരം ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് പതിവില്ല. ഗുരുവായൂരപ്പനെ സ്വീകരിക്കാൻ മള്ളിയൂർ ഇല്ലം ഒരുങ്ങി. ആചാരാനുഷ്ഠാനങ്ങളോടെ ഗുരുവായൂരപ്പൻ മള്ളിയൂർ ഇല്ലത്തിൻ്റെ പടിവാതിലിൽ എത്തി. അപ്പോഴാണ് ആ അമ്മ തൻ്റെ വാശിയെക്കുറിച്ച് ഓർത്തത്. ജഗത് കാരണഭൂതനായ ഭഗവാൻ തന്നോട് തോറ്റു തന്നിരിക്കുന്നു. സാധു സ്ത്രീയായ തന്നെ ഇങ്ങോട്ട് വന്ന് ഭഗവാൻ കാണുന്നു. തൻ്റെ വീട്ടിലേക്ക് വന്ന ഭഗവാനെ ആ അമ്മ നിറകണ്ണുകളോടെ നോക്കി സ്വീകരിച്ചു. ഭഗവാന്റെ പാദം കഴുകാൻ ജലമെടുത്ത് ക്ഷേത്രക്കുളത്തിനടുത്ത് നിന്ന് ഓടിയെത്തിയ ആ അമ്മ ഗുരുവായൂരപ്പൻ്റെ മള്ളിയൂരില്ലത്ത് ആസനസ്ഥനായ ആ നിമിഷം കുറ്റബോധം കാരണം ഹൃദയം പൊട്ടിക്കുഴഞ്ഞു വീണ് വിഷ്ണുപാദം പ്രാപിച്ചു. ചില ഭക്തമനസ്സുകൾക്ക് മുന്നിൽ ഭഗവാൻ തോറ്റുകൊടുക്കും. പക്ഷേ തൻ്റെ നിഷ്കളങ്കമായ ഭക്തരെ ദ്രോഹിക്കുന്ന മനുഷ്യരെ ഭഗവാൻ വെറുതെ വിടുകയുമില്ല. ഭഗവാന്റെ ലീലകൾ പറഞ്ഞാൽ തീരില്ല. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഭഗവാന്റെ കാരുണ്യമോർത്ത് ഭക്തജനങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ട്. ശരിയാണ്, നമ്മളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണോ? അല്ല. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, നമ്മളെക്കാളും സ്നേഹിക്കുന്നത് നമ്മുടെ ഭഗവാൻ മാത്രമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മധുരം നുണയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു സുഖമുണ്ടല്ലോ, അത് വലിയ ഒരു സുഖമാണ്. ഈ ലോകത്ത് മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത ഒന്നാണ് ഭക്തിയുടെ രുചി എന്ന് പറയുന്നത്. ഏതായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു.